ജോൺ വിക് ഫ്രാഞ്ചൈസിലേക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു മൂവി സ്പിൻ ഓഫ് ആണ് ബലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അന ഡി ആർമസിന്റെ ആ ഒരു പൂന്തുവിളയാട്ടം എന്ന് തന്നെ പറയാം. കാരണം സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാരക്ടറിന്റെ ഒറിജിൻ സ്റ്റോറി, ഈ ക്യാരക്ടർ എന്താണ് ഈ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ആൻഡ് എങ്ങനെ ജോൺ വിക് ആ ഒരു ഫ്രാഞ്ചൈസിന്റെ ആ ഒരു വേൾഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ ജോൺ വിക്കിന്റെ ആ ഒരു പ്രസൻസും സിനിമയിൽ പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. നമുക്ക് കണ്ടുപരിചയമുള്ള കോണ്ടിനെന്റൽ ഹോട്ടലും അവിടുത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ആൻഡ് ഒരു പക്ക ആക്ഷൻ കൊറിയോഗ്രാഫി, ആ ഒരു സ്റ്റോറി ടെല്ലിങ് ആൻഡ് എങ്ങനെയൊക്കെയാണോ നമ്മൾ കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്തേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു മൂവി ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അവരെ എങ്ങനെ പിടിച്ചിരുത്തണം എന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ അവർ എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിൽ നല്ലൊരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്ത് ഈ പടം കാണാൻ ശ്രമിക്കുക. ജോൺ വിക് 3ക്കും ജോൺ വിക് 4നും ഇടയിലാണ് ഈ സിനിമയുടെ സ്റ്റോറി ശരിക്കും നടക്കുന്നത്, ആ ഒരു ടൈം ലൈൻ നടക്കുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.